അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ടതിനെ പറ്റി ഞാൻ പറഞ്ഞത് ഇതിലാകെ പോസിറ്റീവായിട്ട് ഒരു കാര്യമേ ഉള്ളൂ. അദ്ദേഹം യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഉള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കും. മറ്റൊരൊറ്റ വാചകം പോലും നമുക്ക് ഏതെങ്കിലും ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുന്ന വാക്കുകളായിരുന്നില്ല. ഒരു നാഷണൽ ഇൻറ്റഗ്രേഷൻ വേണം, അമേരിക്ക കോഓപ്പറേറ്റ് ചെയ്യണം, ഗ്രേറ്റ് അഗെയിൻ ഈസ് സംതിങ് എൽസ്, മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ ഈസ് സംതിങ്, വിൽ യു യുണൈറ്റ് അമേരിക്ക വൺസ് അഗെയിൻ എന്നുള്ളതാണ് ചോദ്യം. അതിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അതുപോലെ ഈ ലോകത്തുണ്ടായിരിക്കുന്ന ഈ കോൺഫ്ലിക്ട്സൊക്കെ എന്താണ്, യുദ്ധം അവസാനിപ്പിക്കുന്ന പറഞ്ഞെങ്കിൽ അത് മാത്രമല്ലല്ലോ, കോൺഫ്ലിക്ട്സ് ആർ സോ മെനി. 59 യുദ്ധങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പലർക്കും അറിയില്ല, നമ്മൾ 2 യുദ്ധം 3 യുദ്ധം എന്നൊക്കെയാണ് പറയുന്നത്. 59 യുദ്ധമാണ് സ്റ്റോക്ക്ഹോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പീസ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ലിസ്റ്റ്. അതിൽ ഇന്ത്യയെക്കാളും കൂടുതൽ, ഇന്ത്യയുടെ വിസ്തൃതിയേക്കാളും കൂടുതൽ സ്ഥലങ്ങൾ ഇപ്പോൾ കോൺഫ്ലിക്റ്റ് സോൺസാണ്, മനസ്സിലായോ? അതുപോലെ റീകൺസ്ട്രക്ഷൻ, യുക്രൈൻ അലോൺ ഈസ് $411 ബില്യൺ. ഇങ്ങനെയുള്ളൊരു ലോകത്തിലേക്കാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനൊന്നും ഇല്ലാത്ത പോലെയാണ് ശ്രമിക്കുന്നത്. ഡിപ്പോർട്ടേഷനാണ് മോസ്റ്റ് അർജൻറ്റ്, അല്ലേ? അവിടെ അമേരിക്കൻ സൊസൈറ്റി ഇത്രയും നാൾ നിന്നത് കുറേയൊക്കെ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഹെൽപ്പോട് കൂടി തന്നെയാണ്. അത് അവരെ ലീഗലാക്കാത്തത് അവരുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളാണ്.